കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യാത്രാമധ്യേ ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു. അവൻ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തൻ്റെ വീട്ടിൽ അവന് വേണ്ടി ഒരു വലിയ വിരുന്ന് നടത്തി. ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും ഒരു വലിയ ഗണം അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. ഫരിസേയരും നിയമജരും പിറുവിറുപ്പോടെ അവൻ്റെ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും ഒത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതെന്ത്? യേശു അവരോട് പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാസത്തിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളാണ്. കർത്താവ് ലേവിയെ വിളിക്കുന്ന ഈ ഒരു സംഭവം അന്നത്തെ പശ്ചാത്തലത്തിൽ ഒട്ടും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. കാരണം ചുങ്കക്കാരെ സമൂഹം പൊതുവെ അവഗണിച്ചിരുന്ന ഒരു സമയത്ത് യേശു ഒരു ചുങ്കക്കാരനെ വിളിക്കുക എന്ന് പറയുന്നത് ആർക്കും തന്നെ അംഗീകരിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെയാണ് ഫരിസേയരും നിയമജ്ഞരും യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഈ ഒരു കാര്യം പറയുന്നത്. നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടുമെല്ലാം കൂട്ടുകൂടുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രിയമുള്ളവരെ, ലേവിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യമായിരുന്നു യേശുവിൻ്റെ വിളി എന്ന് പറയുന്നത്. ഒത്തിരിയേറെ അവജ്ഞയോടും അതുപോലെ തന്നെ സമൂഹത്തിൽ അവഗണനയും ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരാളിൽ നിന്നും സ്നേഹത്തോടെയുള്ള ഒരു വിളി എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിൽ എന്നും ഓർത്തുവെക്കുന്ന ഒരു സംഭവമായിരിക്കും. പൊതുവെ തന്നെ കാണുമ്പോൾ എല്ലാവരും കാർപ്പിച്ച് തുപ്പുകയും അതുപോലെ തന്നെ തനിക്ക് വേദനിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉച്ചരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഇവിടെ ഇതാ ഒരു മനുഷ്യൻ എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നു. അതുവരെ തനിക്ക് സ്വന്തമായി കരുതിയ ധനമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, മറ്റുള്ളവരിൽ നിന്ന് പറ്റിച്ചെടുത്തതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ നിമിഷം തന്നെ അവനെ പിൻചെല്ലുവാൻ അവനെ പ്രേരിപ്പിച്ചതും അതുതന്നെയാണ്. കാരണം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ എന്തോ ഒന്ന് ഈ വ്യക്തിയിലുണ്ട്. മറ്റുള്ളവരെല്ലാം തന്നെ അവജ്ഞയോടെ നോക്കിക്കാണുമ്പോൾ ഇത് വളരെ സ്നേഹത്തോടെ എന്നെ അനുഗമിക്കുക എന്ന് ഈ വ്യക്തി പറയുമ്പോൾ ഇവനെ അനുഗമിക്കാതിരുന്നാൽ അത് തനിക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിമിഷം തന്നെ എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അതോടൊപ്പം തന്നെ തൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് യേശുവിന് വേണ്ടി അവൻ ആ വിരുന്നൊരുക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ആ ഒരു സൗഭാഗ്യം ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ താൻ പറ്റിച്ചു നേടിയതെല്ലാം ഉപേക്ഷിച്ച അവൻ ഇതാ സന്തോഷപൂർവ്വം തൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം ആനന്ദം കണ്ടെത്തിയ ഒരു നിമിഷമില്ല എന്നറിയിക്കുവാൻ വേണ്ടി വലിയൊരു വിരുന്നൊരുക്കുന്നു. തൻ്റെ കൂട്ടുകാരെല്ലാം ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ഉള്ള ആളുകളുമെല്ലാം ആ ഒരു വിരുന്നിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം സന്തോഷമായിരിക്കും ലേവി അനുഭവിച്ചിട്ടുണ്ടാവുക. അതിൻ്റെ പ്രകടനമായി നടത്തിയ ആ ഒരു വിരുന്നിൽ സംബന്ധിക്കുമ്പോൾ കർത്താവ് അവനെ മാത്രമല്ല നേടുന്നത്, അവിടെ സംബന്ധിച്ചവരെ കൂടിയാണ്. കാരണം അവിടെ കൂടിയവർ അവനെപ്പോലെ ഉള്ളവരായിരുന്നു. യേശു ഈ ഫരിസേയരെയും നിയമജ്ഞരെയും ചോദ്യത്തിന് മറുപടി പറയുന്നത് ശിഷ്യന്മാരോടാണ്. അവർ പിറുപിറുത്തുകൊണ്ട് സംസാരിച്ചതെങ്കിൽ അവർക്കുള്ള ഉത്തരം നൽകിയത് യേശുവാണ്. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ഞാൻ പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കുവാൻ വേണ്ടിയാണ് കടന്നു വന്നിരിക്കുന്നത്. അതിന് ഒരു പഴഞ്ചൊല്ലുകൊണ്ടാണ് ആദ്യമേ ഉത്തരം പറയുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം.
യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുവാനും രോഗങ്ങൾ സുഖപ്പെടുത്താനുമാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളോട് സമ്പർക്കം പുലർത്തേണ്ടത് വളരെ ആവശ്യമായ ഒന്നാണ്. പാപികളെ പാപത്തിൽ നിന്ന് പൂർണ്ണമായ മോചനം നൽകണമെങ്കിൽ തീർച്ചയായും പാപികളുടെ ഇടയിലേക്ക് കർത്താവ് ഇറങ്ങി വരേണ്ടതുണ്ട്. രോഗികളെ സുഖപ്പെടുത്തണമെങ്കിൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരോടൊപ്പം സഞ്ചരിക്കേണ്ടതുണ്ട്. അതാണ് തൻ്റെ പരസ്യ ജീവിതകാലത്ത് യേശു ചെയ്തത്. പ്രിയമുള്ളവരെ, ആ ഒരു മനോഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവർ അവഗണിക്കുന്നവരെ, മറ്റുള്ളവർ തിരിഞ്ഞു നോക്കാത്തവരെ താൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന മനോഭാവമാണ്. ഞാൻ ആരെയും ഉപേക്ഷിക്കില്ല. മനുഷ്യർ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് അതുപോലെയല്ല ഞാൻ ഈ ജനത്തെ നോക്കിക്കാണുന്നത്. കാരണം അവർക്ക് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന ബോധ്യം യേശുവിനുണ്ടായിരുന്നു. ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് സമൂഹം അവഗണിച്ചവരുടെ ഇടയിലേക്ക് കർത്താവ് ഇറങ്ങിത്തിരിച്ചത്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിലും നൽകുന്ന ഒരു സന്ദേശം അത് തന്നെയാണ്, അവഗണിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക. പ്രിയമുള്ളവരെ, ഈ ഒരു നോമ്പ് കാലത്ത് നമുക്കും ചെയ്യാൻ പറ്റിയ ഒരു പുണ്യപ്രവൃത്തി അത് തന്നെയാണ്. സമൂഹം അവഗണിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ട് മാറുക. പുണ്യപ്രവർത്തികൾ ചെയ്യുവാൻ പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ് മറ്റുള്ളവർ അവഗണിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക. തങ്ങൾക്ക് ആരുമില്ല എന്ന് ഓർത്ത് വിഷമിക്കുന്നവർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നവരായിട്ട് മാറുക. ഞങ്ങളെയും കരുതുന്ന വ്യക്തികൾ ഞങ്ങളുടെ ചുറ്റുപാടുമുണ്ട് എന്ന ആ ഒരു ബോധ്യം അവർക്ക് നൽകുവാൻ നമുക്ക് സാധിച്ചാൽ, പ്രിയമുള്ളവരെ, അതായിരിക്കും ഈ നോമ്പുകാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ പുണ്യം. ഇന്ന് ആ ഒരു കൃപയ്ക്ക് വേണ്ടി ദൈവവിളി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സമൂഹം അവഗണിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ യേശു എപ്രകാരമാണോ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നത്, സ്നേഹത്തോടെ കരുതലോടെയാണ് അവൻ ഇറങ്ങിച്ചെന്നത്. ഒരു മുൻവിധികളും ഇല്ലാതെയാണ് അവൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. അതുപോലെ നമുക്കും ഇറങ്ങിച്ചെല്ലുവാൻ സാധിക്കണം. ആ ഒരു കൃപ സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ.